പിന്നെ ഷിത്തുന് എന്നെക്കാളും ഇഷ്ടം കേശുവിനോടാ. അമ്മൂമ്മോയ് ഫുഡ് എവിടെ കൊണ്ടുവരുമല്ലയോ? എന്തിനാ കിടന്നിങ്ങനെ വിളിച്ചു പോകുന്നേ? അതിനെ കാണാനില്ലല്ലോ. അളിയോ അല്ലേ, ഞാൻ ഇരുന്നേട്ടാ. എന്താണ് അളിയ ഈ സമയത്ത് ഒരു ഭക്ഷണം കഴിപ്പ്? അത് പിന്നെ എനിക്ക് എല്ലാ ദിവസവും ഉള്ളൊരു ശീലമാണ് അളിയ. രാവിലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഫുഡ് കഴിക്കും. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് മുമ്പ് ഉണ്ടല്ലോ ഇതുപോലെ. ഓഹോ. അളിയല്ലേ? അല്ലടാ അളിയ, ഞാൻ രാവിലെ കഴിച്ചല്ലേ. ഞാൻ രാവിലെ കഴിച്ചതാണ്. ഇരിയളിയാ ഇരിക്കണോ? ഇരി അങ്ങോട്ട് ഒരെണ്ണം കഴിക്കുക. അളിയെ നിർബന്ധിക്കുമ്പോ പിന്നെ എങ്ങനെ പറ്റത്തില്ലെന്ന് പറയുന്നത്? ഞാൻ വിളമ്പി കൊടുക്കാൻ അളിയന്. അളിയ ഒരെണ്ണം മതി, ഒരെണ്ണം മതി അളിയ. സ്നേഹത്തോടെ തരുമ്പോ വേണ്ട വേണ്ടെന്ന് പറയല്. നല്ല കിടക്ക തക്കാളി ചട്നിയാണോ ഇത്? ചട്നിയാണ്. അയ്യോ അളിയ, ഞാൻ ചട്നി കഴിക്കത്തില്ല. ചട്നി എനിക്ക് വർക്കല്ല. അയ്യോ എന്തോ അതിന് ടേസ്റ്റ് എനിക്ക് പറ്റത്തില്ല. ആണോ? സാമ്പാറല്ല. അയ്യോ സാമ്പാർ തീർന്നു പോയി മോനെ. അയ്യോ അളി അങ്ങനെയാണ് പാടാ. അളി ഈ ചട്നി കഴിച്ചിട്ടുണ്ടോ? ഈ ചട്നി എന്ന് പറഞ്ഞാ അമ്മൂമ്മ ഉണ്ടാക്കണ ചട്നി? ഇല്ല, അമ്മൂമ്മ ഉണ്ടാക്കുന്ന ചട്നി കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ലല്ലോ. ആ അളിയ കഴിച്ചു നോക്ക്. അളിയ കഴിച്ചു നോക്കിയിട്ട് പറ. ശരിക്കും അളിയ നല്ല സ്പെഷ്യൽ അമ്മൂമ്മയുടെ കിടുക്ക് ചട്നിയാണ്. ട്രൈ ചെയ്ത് നോക്കാം. വെറൈറ്റി ട്രൈ ചെയ്ത് നോക്ക്. നീ പറഞ്ഞ പിന്നെ കേട്ടല്ലേ പറ്റത്തുള്ളൂ. സൂപ്പറാ. അതാണ് കഴിയളി അങ്ങോട്ട്. എന്നാ അങ്ങോട്ട് ചട്നി. ആഹാ, രണ്ടുപേരും കൂടെ പിന്നെയും കഴിക്കേ. ഓ കഴിയാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കഴിക്കാനേ ആർത്തിയില്ല. ഓ അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ആർത്തിയെന്ന്. രണ്ടുപേരും ഞാൻ ഉദ്ദേശിച്ചില്ല, ഞാൻ നിന്നെയാണ് ഉദ്ദേശിച്ചത്. ഇതെന്താ പ്ലേറ്റിലെ ചട്നിയൊക്കെ? അപ്പൊ ചട്നി കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞത് എന്റെ അടുത്ത് കള്ളം പറഞ്ഞതാണല്ലേ? ലച്ചു, കുറച്ചു മുമ്പ് വരെ ഞാൻ കഴിക്കത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ കഴിച്ചു. ലച്ചു ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ കഴിക്കത്തില്ല എന്ന് പറയുമ്പം ഒരാളെ സ്നേഹത്തോടെ നിർബന്ധിച്ച് തന്നാലേ എനിക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്റെ അളിയൻ സ്നേഹത്തോടെ നിർബന്ധിച്ച് എനിക്ക് തന്നു, ഞാൻ കഴിച്ചു. സൂപ്പർ സാധനം. ഓ അങ്ങനെ. അല്ല, നിനക്ക് ആട്ടുംകാട്ടത്തിന്റെ ടേസ്റ്റ് അറിയോ? അളിയൻ സ്നേഹത്തോടെ കുറച്ച് ആട്ടുംകാട്ടം കൊണ്ടുവന്ന് തന്നാ നീ അത് കഴിക്കൂ? കാര്യമാക്കണ്ടേ സിനിമ ഡയലോഗ്. ചേച്ചി ചേച്ചി കാര്യം മനസ്സിലാക്കണം. നമ്മള് ഒരാളോട് നമുക്ക് അത്ര ഇഷ്ടം ഉണ്ടെങ്കിൽ ആളത് വേണ്ട എന്ന് പറഞ്ഞാലും നമ്മൾ അവരെ കൊണ്ട് സ്നേഹത്തോടെ കഴിപ്പിക്കണം. അല്ലാതെ വേണ്ടെന്ന് പറയുമ്പോ തന്നെ എന്നാ പിന്നെ നീ തിന്നണ്ടെന്നുള്ള രീതിയിൽ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ കഴിക്കില്ല അവര്. നമ്മളിതാ ഇതേപോലെ അളിയ കഴിയളിയ അപ്പൊ നോയ്യ. ഓ അപ്പൊ ഇതുപോലെ സ്നേഹത്തോടെ കൊടുക്കണോ അല്ലേ? സ്നേഹത്തോടെ കൊടുക്കണം. ഞാനേ സ്നേഹത്തോടെ വന്നതാ, കഴിക്ക്. ഇതാ മോനെ സ്വഭാവം. ഇവിടെ ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എന്റെ പൊന്നളിയ, നമ്മൾ അളിയന്റെ അടുത്ത് വിളിച്ച് പറയണില്ലെന്നേ ഉള്ളൂ. ഇവിടെ നമ്മളോട് അനുഭവിക്കുക. അല്ലടാ, എന്നാൽ അവളിപ്പോ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ കാര്യം എന്താ എനിക്ക് മനസ്സിലാവില്ല. അത് മിക്കവാറും അളിയന്റെ അടുത്ത് മറ്റേ ഏതോ ഫ്രണ്ടിന്റെ വീട്ടിൽ പോണെന്ന് പറഞ്ഞിട്ട് പോയില്ലല്ലോ. ലയ അതിന്റെ പ്രശ്നമായിരിക്കും. എന്തായാലും നിങ്ങൾ കഴിക്കുക കേട്ടോ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓ മുമ്മ ചമ്മന്തി ഭയങ്കരമായിട്ട് കൂടിപ്പോയല്ലേ? ഇല്ല ഒരു മിനിറ്റ്, ഞാൻ ഇഡ്ഡലിയ. ഈ ചമ്മന്തി കഴിക്കുമ്പോഴേ നമ്മള് ഫസ്റ്റ് ഇഡ്ഡലി ഇങ്ങനെ ഇട്ട് നന്നായിട്ട് കുഴക്കണം. അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് കുഴക്കുമ്പോഴത്തേന് ഒരു സാധനം അങ്ങോട്ട് വരും. അതെടുത്തിട്ട് ഇങ്ങനെ കണ്ടോ, നമ്മുടെ കുടുംബത്തിന്റെ ഭാഗ്യം ഇങ്ങനെ രണ്ട് അളിയന്മാരെ കിട്ടിയത്. അയ്യോ ഞാൻ അടിച്ചു തരാം. കഴിക്ക്. എന്താടാ വെള്ളം വേണോ? കുടിക്ക്.
പീഡനമാണ് അളിയ, പീഡനം. സത്യം പറയല്ല, കൊടും പീഡനം, ഗാർഹിക പീഡനമാണ് ഇവിടെ നടക്കണത്. അറിയുള്ളതിന് ഓക്കെ അല്ലേ? എന്റെ പൊന്നളിയ ഓക്കെ അല്ല. എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും? കേട്ടോ, തൊണ്ട കുഴിയാ ചത്തോയെങ്കില് പറയാൻ പറ്റില്ല. ചിലപ്പോ തിരിച്ചു വന്നിട്ട് വല്ലവരും തലക്കടിക്കും. അത്രയും ദ്രോഹമാണ് ഇവിടെ. വേറെ കൊടിയ പീഡനമാണ് ഞാനിവിടെ അനുഭവിക്കണം. കുഴപ്പമില്ല, നീ ഇപ്പൊ ഒരു ഇഡ്ഡലിയും കൂടെ കഴിക്കും. ജ്യൂസ് അടിക്കുവാണോ? ജ്യൂസ്. എന്ത് ജ്യൂസ്? വാട്ടർമെലൺ ജ്യൂസ്. എന്റെ ഫേവറേറ്റ് ആണ്. കേശുളിന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞു, അതാ ജ്യൂസ് അടിച്ചത്. കേശുവളിന് പിന്നെ എന്താ ഫേവറേറ്റ് അല്ലാത്ത?